ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിവ്യ. ഞാൻ പ്രശാന്ത്. അപ്പൊ സാറേ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് HSST കൊമേഴ്സ് എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികളുടെ അതേ ചോദ്യം തന്നെയാണ് ഞാനും വീണ്ടും ചോദിക്കുന്നത്. HSST എക്സാം ഉടനെ ഉണ്ടാവുമോ? HSST കൊമേഴ്സ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പുതുവത്സരായി 2025 സ്റ്റാർട്ട് ചെയ്യാണ്. 2025 ജനുവരിയും ഫെബ്രുവരി മാസം വരെയുള്ള PSCയുടെ കലണ്ടർ പബ്ലിഷ് ചെയ്തു. അതിലെന്തില്ല, HSST കൊമേഴ്സിന് എക്സാമിനെ പറ്റി പറയുന്നില്ല. ഇനി നമുക്ക് മുന്നിലുള്ളത് മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിലേക്ക് നമുക്കറിയാം അധികം സമയം കൂടിയില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് ഉടൻ തന്നെ, അതായത് ഉടനെ വേഗത്തിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, HSST കൊമേഴ്സിന്റെ എക്സാം പ്രതീക്ഷിക്കാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ HSST കൊമേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പൊ ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ബാക്കി എല്ലാ എക്സാമിന്റെയും ഇതേ ടൈമിൽ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഒക്കെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഈ ഒരു HSST കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ HSST കൊമേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധിയോ സാറേ? 2021 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ നമുക്ക് 2021 24 സ്വാഭാവികമായി എന്റെ കാലാവധി കഴിയാനായി. 24 ഏപ്രിലോട് കൂടെ ഈ ഒരു HSST കൊമേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പൊ PSCയുടെ നിയമം അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ നമുക്കറിയാലോ, ഒരു ടീച്ചിങ് എക്സാമിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വൈഡ് ആണ്. ആദ്യം എന്താണ്, റിട്ടേൺ എക്സാം നടക്കണം, അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവും, ഷോർട്ട് ലിസ്റ്റിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പിന്നെ ഇന്റർവ്യൂ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. അപ്പോ ഈ ഒരു എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് HSSTയുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് വളരെ വൈകില്ല, ഉടനെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കുറെ കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ സാറേ? ഒരുപാട് കുട്ടികൾ, കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട്. അതായത് ഞാനിങ്ങനെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, HSST എക്സാമിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാം ആണ് HSST കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ തവണത്തെ ഒരു കട്ട് ഓഫ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, വളരെ കുറഞ്ഞൊരു കട്ട് ഓഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം അത്രയും ടഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാനും ഒരുപാടുണ്ട് അല്ലെ? അപ്പൊ സാറേ, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കുറെ കുട്ടികൾ പഠനം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി പഠനം തുടങ്ങാത്ത കുറെ പേരുണ്ടാവും, നോർമലി എക്സാം ഡേറ്റ് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പഠിച്ചു തീരാൻ പറ്റുന്ന ഒരു ടോപ്പിക്കേ നമുക്കുള്ളോ? ശരിക്കും പറഞ്ഞാല് HST കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൈഡ് ടോപ്പിക്കാണ് നമുക്കുള്ളത്. ചിലപ്പം പ്രോബ്ലം പേപ്പർ, കാരണം കൊമേഴ്സിന്റെ പ്രത്യേകത വെച്ചാൽ വെറും തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പ്രോബ്ലം പേപ്പർ ഒരുപാടുണ്ട്. പ്രോബ്ലം പേപ്പർ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ടാർഗറ്റിലോട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ കവർ ചെയ്യാനുണ്ട്, ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, ഒക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ കവർ ചെയ്യാൻ വേണമെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഇനി ഒന്നും സാധ്യമല്ല. കാരണം അത്രയും സമയം അടുത്തു കഴിഞ്ഞു. കാരണം എന്താ, എക്സാമിന്റെ സമയം ഇതാ നമ്മളെ വാതിൽ പടിയിൽ എന്തെത്തി, എക്സാമിന്റെ സമയം എത്തി. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ, അതായത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം സബ്ജക്ട് ബേസിൽ നമുക്കറിയാം അവിടെ കോസ്റ്റിംഗിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്ട് ഉണ്ട്. അതിനകത്ത് മാർജിനൽ കോസ്റ്റിംഗ്, അതേപോലെ കോസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഇതിനൊക്കെ ചിലപ്പോൾ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. കാരണം ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് വരെ അങ്ങനെ തിയറി ഒരുപാടുണ്ട്. WTO ആയിക്കോട്ടെ, FDA ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്താ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യം കൂടി ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം കൊമേഴ്സിന്റെ ബേസിൽ. കാരണം ബേസിക്കലി നമ്മളിപ്പോഴത്തെ വേൾഡ് എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ വേൾഡ് ആണ്. അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HSSTയുടെ സിലബസ് അത്യാവശ്യം വൈഡ് ആണ്. അത് സിലബസ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം അല്ലെ? അതുപോലെ തന്നെ നമുക്കറിയാം ജനറൽ പേപ്പറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണല്ലേ സാറേ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ? വളരെയധികം. കാരണം വെച്ചാൽ മാർക്ക് കുറച്ചേ ഉള്ളെങ്കിൽ കൂടി അവിടെയാണ് നമുക്ക് പലരും എന്തായി പോകുന്നത്, അവിടെ സ്റ്റോപ്പായി പോകുന്നു, നിന്ന് പോകുന്നു. അതായത് നമ്മുടെ സബ്ജക്ട് എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കും. പക്ഷെ പലർക്കും അറിയത്തില്ലാത്ത കാര്യം ഈ ജനറൽ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഒരു ജനറൽ പേപ്പറും കറക്റ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജനറൽ പേപ്പറിന്റെ കാര്യം കൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ എന്താവും, നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവും. അതെ. അതായത് ജനറൽ പേപ്പർ നമുക്ക് നോർമലി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൊമേഴ്സിന്റെ രീതിയിലല്ല പറയുന്നത്, നോർമലി ജനറൽ പേപ്പറിൽ കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയാസ് ആണ്. ഇനി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താ പറയാ, ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ജനറൽ പേപ്പറിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ വളരെ കൂടുതലായിരിക്കും അല്ലെ?
ഒരുപാട്. കാരണം എന്താ വെച്ചാല് നമുക്കറിയാം ഒരു PSC എക്സാം തന്നെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. കാരണം വർഷങ്ങൾ എടുത്ത് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലൊരു എക്സാം തന്നെയാണ് ഇപ്പൊ HST കൊമേഴ്സ്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അതെ, കാരണം എന്താ വെച്ചാൽ 2018 ഇതിനു മുമ്പ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇനിയുള്ള ഒരു എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പൊ ഒരുപാട് പേര് ഈ ഒരു HSSTയുടെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഉണ്ടാവും അല്ലേ സാർ? അല്ലെ, നമ്മളൊരു ഭാഷയെ പറയുകയാണെങ്കിൽ ന്യൂ ജനറേഷനും ഉണ്ടാവും, കുറച്ചൊരു ഓൾഡർ ജനറേഷൻ ഉണ്ടാവും. 2 ജനറേഷൻ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിന് എന്ത് ചെയ്തത് നോക്കി കാണുന്നത്. അപ്പൊ അത്തരത്തിൽ നല്ല, കാരണം ഇപ്പോ പഠിച്ചിറങ്ങിയ കുട്ടികളാകുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, സബ്ജക്ട് വൈസ് നല്ല രീതിയിൽ നോളജ് ഉണ്ടാവും. കുറച്ച് കാലം, അതായത് ഒരു 5-8 വർഷം കഴിഞ്ഞ്, അതായത് ഒരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നതാണെങ്കിൽ അവർക്ക് എന്താവും, കുറച്ചൊരു ഡിഫറൻസ് അതിൽ നിന്ന് വരും. അപ്പോൾ ഇത്തരത്തിൽ 2 പേരോടാണ് എന്ത് ചെയ്യേണ്ടത്, ഏറ്റുമുട്ടേണ്ടത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, HSST കൊമേഴ്സ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠന സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരണം. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം എന്താണ്, ഏത് PSC എക്സാം ആയിക്കോട്ടെ, ഇപ്പൊ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ആരും വെറുതെ പോയി ഒരു എക്സാം എഴുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും എക്സാം എഴുതുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡേറ്റിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കാതെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ സാറേ ഇനിയും കുറെ ഡൗട്ട്സ് ഉണ്ടാവും ഈ എക്സാമിനെ കുറിച്ചും, അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ, അതൊക്കെ നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കും? അതിന് നിങ്ങൾക്കൊരു പുതിയൊരു വഴി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ് ആണ്, ഏതൊക്കെ ഏരിയ ആണ് ടഫായിട്ട് തോന്നുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഈ കാര്യത്തെ പറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒരുപാട് PYQs, കാരണം നിങ്ങൾക്കറിയാം PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് നമ്മൾ വെറും HST മാത്രമല്ല, സെറ്റ്, നെറ്റ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, PYQs എടുത്തുകൊണ്ട് പഠിക്കാം, സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ PYQs കൂടുതലായിട്ട് ഷോർട്ടായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന മെത്തേഡ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അതായത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസ് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആരും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ HSST കൊമേഴ്സിന്റെ 90 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അല്ലെ, നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിലബസ് വൈസ് ടോപ്പിക്കിന്റെ റെക്കോർഡഡ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ സിലബസ് മാറ്റം ഉണ്ടാവുമോ എക്സാം വരുമ്പോ? സിലബസിൽ മാറ്റേണ്ട, ഇതുവരെ നമുക്ക് എന്തില്ല, സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന NVHCയുടെ സിലബസ് തന്നെയാണ്. അതിൽ മാറ്റം, അതായത് ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും ക്ലാസ്സുകളും മറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട്, കാരണം കൊമേഴ്സിന്റെ പ്രത്യേകത ആണ് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേഷൻ എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ആണ്. പിന്നെ ഇതിലൊരു സംശയം ഉണ്ടാവും, 90 ഡേ കൊണ്ട് എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന സംശയം നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം 90 ഡേന്റെ ക്രാഷ് കോഴ്സ് ആണ്. സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഫോക്കസ്ഡ് ഏരിയ ഏതൊക്കെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ, കൂടാതെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് ആണ്. ലൈവ് സെഷൻ കിട്ടുന്നുണ്ട്. ആ ലൈവ് സെഷന്റെ പ്രത്യേകത വളരെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് അധ്യാപകര് നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റുകളിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ അന്നേരം തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ ഈ ഒരു ക്രാഷ് കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഈ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്. സിലബസ് ഓറിയന്റഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ വീക്കിലി മോഡൽ എക്സാംസ് ഉണ്ടാവും. അതുപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടിയാണ് ഈ ഒരു ബാച്ച് പോകുന്നത്. അപ്പൊ ആരെങ്കിലും ഇനിയും പഠനം തുടങ്ങിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, HSC കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പുതിയ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, പ്രീവിയസ് ഇയർ MCQs, നോട്ട്സ്, ഈ കാര്യങ്ങളും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും കൂടി നിങ്ങളെ ശ്രദ്ധയിൽ ഒന്നുകൂടി പെടുത്തുകയാണ്. അപ്പൊ ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്കും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയും തന്നെയാണ്. HSST കൊമേഴ്സിന്റെ എക്സാം ഡേറ്റ് ഉടനെ തന്നെ വരും. ഇനി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനി തന്നെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, അല്ലേ സാറേ? അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ HSST കൊമേഴ്സ് ഒക്കെ എഴുതുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും. ആ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്